ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച് ഈഡൻ ടി വി നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8ാമത്തെ പാഠമാണ്. ഇച്ഛാസ്വാതന്ത്ര്യം, സ്നേഹം, ദൈവാധീനം. ഇതാണ് എൻ്റെ തലക്കെട്ട്. മനപ്പാഠവാക്യ പ്രകാരം പറയുന്നു: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെ ഈ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ദൈവാധീനം എന്നൊരു പദം ഉപയോഗിച്ചുകൊണ്ടാണ്. പലപ്പോഴും സാധാരണ നമ്മുടെ ജീവിതത്തിലൊക്കെ നാം പറഞ്ഞു കേൾക്കുന്ന ഒരു പദമാണ് ദൈവാധീനം. ദൈവാധീനം കൊണ്ട് അങ്ങനെ സംഭവിച്ചു, ദൈവാധീനം കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത് ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ, അല്ലെങ്കിൽ ദൈവം കൊണ്ടുവരുന്നതാണോ? നാം ഇവിടെ ചിന്തിക്കുന്നതൊക്കെ എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സംഭവിക്കുന്നതാണോ, അല്ലെങ്കിൽ നന്മ ഉണ്ടാകുന്നതും തിന്മയുണ്ടാകുന്നതുമായ പ്രവൃത്തികളൊക്കെ തന്നെ ദൈവം ആഗ്രഹിച്ച് കൊണ്ടുവരുന്നതാണോ? ദൈവം ആഗ്രഹിക്കും പോലെയാണോ ഇവിടെ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഈ ലോകത്ത്? അപ്പോൾ ഈ ആഴ്ച നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും ഉത്തരവാദി ദൈവമാണോ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പ്രകാരമാണോ ഈ ലോകത്ത് എല്ലാം സംഭവിക്കുന്നത്? എന്തുകൊണ്ട് മറിച്ചു സംഭവിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നത് പ്രകാരമല്ല എങ്കിൽ ഈ ലോകത്ത് സംഭവിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പ്രകാരമല്ല എങ്കിൽ എന്തൊക്കെയാണ് അതിന് കാരണം? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കളെയും ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പരമാധികാരിയായ ദൈവം, അപ്പം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം എവിടെ നോക്കിയാലും ദൈവം സർവശക്തനാണ്, പരമാധികാരിയാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഇവിടെ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മിഡിൽ സ്കൂളിലെ ഒരു അധ്യാപകൻ ആ വിദ്യാർത്ഥികളോട് ഇങ്ങനെ പറഞ്ഞു: ദൈവം പരമാധികാരിയാണ്. ഒരു യുവ പാസ്റ്ററാണ് അദ്ദേഹം തൻ്റെ കുട്ടികളോട് പറഞ്ഞു, ദൈവം പരമാധികാരിയാണ്, ഈ ലോകത്തെയും പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി എന്നിട്ട് പറഞ്ഞു, ഇതാ ഈ ലോകത്ത്, അതുകൊണ്ട് ദൈവം പരമാധികാരി ആയതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നടക്കുന്നതൊക്കെ സംഭവിക്കുന്നതൊക്കെ തന്നെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതിനർത്ഥമുണ്ട്. ഉടനെ ഒരു കുട്ടി ചോദിച്ചു, അങ്ങനെയാണ് എങ്കിൽ, ഈ ലോകത്തെ നടക്കുന്ന സംഭവങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ദൈവമാണ് എങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പരമാധികാരി ദൈവമാണ് എങ്കിൽ, എന്തുകൊണ്ട് എൻ്റെ നായ് ചത്തു? എന്തുകൊണ്ട് ദൈവം അതിനെ അനുവദിച്ചു എന്ന് ആ കുട്ടി ചോദിച്ചു. ആ പാസ്റ്റർ പറഞ്ഞത്, ലോകത്തിൻ്റെ പരമാധികാരി ദൈവമാണ്, അതുകൊണ്ട് ഈ ലോകത്ത് നടക്കുന്നതൊക്കെ ദൈവം നിയന്ത്രിക്കുന്നു, ദൈവം ചെയ്യാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് പഠിപ്പിച്ചത്. പക്ഷേ അപ്പോൾ കുട്ടി ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച് വളർത്തിയതായ എൻ്റെ നായ്ക്കുട്ടി എന്തിനു ചത്തു? അപ്പോൾ അദ്ദേഹം ഒരു മറുപടി കൊടുക്കാൻ ശ്രമിച്ചത്, ഭാവിയിൽ ഇതിനേക്കാളും വലിയൊരു പരീക്ഷണത്തെ അതിജീവിക്കുവാൻ വേണ്ടി ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നൽകുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. അതായത് അദ്ദേഹം പറഞ്ഞത്, എന്ത് ചെയ്യുന്നു, നായ് ചത്തു, ഈ പഠിപ്പിച്ചതായ പാസ്റ്ററുടെ നായും ചത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു അത്. പക്ഷേ അതിനുശേഷം എൻ്റെ മുത്തശ്ശി മരിച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? എനിക്ക് ആ ദുഃഖത്തെ മറികടക്കാൻ കഴിഞ്ഞു. അപ്പോൾ നായ് ചത്തു, അപ്പോൾ വലിയൊരു ദുഃഖം വരുന്നതിന് മുൻപ് അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളൊരു പ്രാക്ടീസ് പോലെയാണ് ചെറിയൊരു ദുഃഖം മുന്നേ കൊണ്ടുവന്നത് എന്നതാണ് അർത്ഥമാക്കുന്നത് ഇവിടെ. അതായത് നായ് ചത്തപ്പോൾ എനിക്ക് ദുഃഖമുണ്ടായി, പക്ഷേ ദൈവം എന്ത് ചെയ്തു? മുന്നമേ കണ്ടിരുന്നു എൻ്റെ മുത്തശ്ശി മരിക്കും, അപ്പോൾ ആ ദുഃഖത്തെയും എനിക്ക് എന്ത് ചെയ്യണം? മറികടക്കേണ്ടതുണ്ട്. ഒരു പരിശീലനം വന്നത്. പക്ഷേ വിശുദ്ധ വേദവസ്തം പഠിക്കുമ്പോൾ അങ്ങനെയാണോ ഈ ലോകത്ത് സംഭവിക്കുന്നത്? എല്ലാ തിന്മകളും അല്ലെങ്കിൽ എല്ലാ മോശം കാര്യങ്ങളും ഈ ലോകത്ത് സംഭവിക്കുന്നത് ദൈവഹിതപ്രകാരമാണോ, ദൈവം തീരുമാനിച്ച പ്രകാരമാണോ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണോ അത്തരം ആ കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നാം താഴേക്ക് പഠിക്കുന്ന സമയത്ത് ഈ
സംഭവിക്കുന്നതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം സംഭവിക്കാൻ ചിലപ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും അതൊക്കെ ദൈവഹിതമാണ്, അതൊക്കെ ദൈവഹിതമാണ്. കാരണം എന്താണ്? അതിന് കാരണം എന്താണ്? നമ്മൾ പഠിക്കുന്നത് ദൈവം സർവശക്തനാണ്, ദൈവം പരമാധികാരിയാണ്. അതുകൊണ്ട് എന്ത് നടന്നാലും, ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അതെല്ലാം ദൈവഹിതമാണ്, ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന ചിലരുണ്ട്. ഈ ലോകത്ത് ദുഷ്ടത സംഭവിച്ചാലും അത് ദൈവഹിതമാണ്, ദൈവം കൊണ്ടുവന്നതാണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ വസ്തുത എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് ഇങ്ങനെ സംഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ മറിച്ചാണ് സംഭവിക്കുന്നത്. അപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് ദൈവഹിതമാണ് എന്ന്. അപ്പോൾ ദൈവം മനുഷ്യരിൽ നിന്നും തൻ്റെ സൃഷ്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായ ചില തീരുമാനങ്ങളും ചില പ്രവൃത്തികളുമുണ്ട്, ആഗ്രഹിക്കുന്ന പ്രവൃത്തികളുണ്ട്. എൻ്റെ മക്കൾ, ഞാൻ സൃഷ്ടിച്ചതായ മക്കൾ ഇങ്ങനെ ജീവിക്കണം. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് തന്നതുകൊണ്ട്, ഇച്ഛാ സ്വാതന്ത്ര്യം നമുക്ക് തന്നതുകൊണ്ട് നാം പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് ഹിതകരമായ കാര്യങ്ങളല്ല. അതിൻ്റെ ഫലം നാം എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നു. അപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ദൈവഹിതമാണെന്ന്. അല്ല, നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം മൂലം നാം അനുഭവിക്കുന്നതായ കഷ്ടതകൾക്ക് അത് ദൈവത്തിന് പഴി പറയാൻ കഴിയില്ല, അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് പറയാൻ കഴിയുകയില്ല. എന്താണ് ദൈവത്തിൻ്റെ ഹിതം? നാം ഇങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ സൃഷ്ടിയും ഓരോ മനുഷ്യനും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ഉൾപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ദൈവം നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം കൂടെ തന്നു, നമുക്ക് ഇച്ഛാശക്തി തന്നു, സ്വാതന്ത്ര്യം തന്നു. ആ ഇച്ഛാ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് എന്താണോ നാം തിരഞ്ഞെടുത്തത് അതിന് ഫലം നമുക്ക് ലഭിക്കും. അപ്പം ദൈവം പരമാധികാരിയാണ്, ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവാണ്. പക്ഷേ നമ്മുടെ ഇച്ഛാ സ്വാതന്ത്ര്യം മൂലം നാം ക്ഷണിച്ചു വരുത്തുന്നതായ ഫലങ്ങൾ അത് ആരുടെ ഉത്തരവാദിത്തത്തിൽ വന്നതല്ല, ദൈവത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ വന്നതല്ല. അത് നാം സ്വയം ക്ഷണിച്ച് വരുത്തിയതാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കണമെന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം കാര്യങ്ങൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. പക്ഷേ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തായ അനുഗ്രഹങ്ങൾ ദൈവത്തിന് തരാൻ കഴിയുന്നില്ല. നാം എന്താണോ തിരഞ്ഞെടുത്തത് അതിൻ്റെ ഫലം നാം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഞായറാഴ്ചത്തെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ദൈവം പരമാധികാരിയാണ്, ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്, എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ട്. പക്ഷേ ദൈവം ഒന്നും എന്ത് ചെയ്യുന്നില്ല? അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ദൈവം നാം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം മുന്നോട്ട് പോകുന്നുവെങ്കിൽ, കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ അനുഗ്രഹം ലഭിക്കും. ദൈവം ആഗ്രഹിക്കാത്ത പ്രകാരമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പെങ്കിൽ അതിൻ്റെ ഫലവും നമ്മൾ അനുഭവിക്കും. ഇതാണ് ഈ ഞായറാഴ്ച ഭാഗത്തിൽ പറഞ്ഞത്. ദൈവം പരമാധികാരിയാണ്, പക്ഷേ ഈ നടക്കുന്നതായ ഈ ലോകത്ത് സംഭവിക്കുന്നതായ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം, നിയന്ത്രണം ദൈവം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഞായറാഴ്ച ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. പാൻഡോക്രേറ്റർ തിങ്കളാഴ്ച ഭാഗത്തിൻ്റെ തലവാചകമാണ് ഇവിടെ പറയുന്നത്. തിരുവെഴുത്തിൽ ഉടനീളം നമ്മൾ നോക്കിയാൽ ദൈവം സർവശക്തനാണ് എന്ന് തിരുവെഴുത്തുകൾ വിളിച്ചു പറയുന്നുണ്ട്. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാടുകളുടെ എല്ലാ പുസ്തകങ്ങളിലും എന്താണ്? ദൈവം സർവശക്തനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സർവശക്തനായ ദൈവത്തിന് എന്താണ്? എന്തും ചെയ്യാൻ കഴിയില്ലേ? ഈ സർവശക്തൻ എന്ന വാക്കാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഓൾമൈറ്റി എന്ന വാക്കിൻ്റെ മറ്റൊരു പദമാണ് ഈ പാൻഡോക്രേറ്റർ എന്ന് പറയുന്നത്. അപ്പം സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ചെയ്യുവാൻ കഴിവുള്ള ദൈവം എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ താഴേക്ക് നോക്കുന്ന സമയം ഇപ്പം ഇംഗ്ലീഷിൽ അതിനെ ഓൾമൈറ്റി എന്ന് പറയുന്നു, ഈ മറ്റു പദം എന്താണ്? പാൻഡോക്രേറ്റർ എന്നതിനെ പരിഭാഷപ്പെടുത്തിയിട്ട് വായിക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിനായി തൻ്റെ ശക്തി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന നിരവധി
അത്ഭുതകരമായ സന്ദർഭങ്ങളും ഉണ്ട്. അപ്പം ഈ സർവശക്തനായ ദൈവത്തിന് തൻ്റെ ജനത്തെ വിടിവിക്കുവാൻ വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഉണ്ട്. സർവശക്തനാണ് ദൈവം. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ വിടിവിക്കുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ എല്ലാ അവസരങ്ങളിലും ദൈവം തൻ്റെ സർവശക്തി ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ദൈവം തൻ്റെ സർവശക്തി ഉപയോഗിച്ച് ചെയ്യുന്നു. ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, ദൈവം ചെയ്യില്ല. എന്താണ് ഇവിടെ പറയുന്നത്? തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. 2 തീമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞതാണ്, ഒന്ന്, സർവശക്തനാണ് നമ്മുടെ ദൈവം. തൻ്റെ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി സർവശക്തിയും ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സർവശക്തനായ ദൈവത്തിന് നിസ്സാരമായി കഴിയും. അത് നാം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കണ്ടതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളിലും കൂടെ ദൈവം തൻ്റെ മക്കളെ വഴി നടത്തിയതായ ഒട്ടനവധി സന്ദർഭങ്ങൾ, ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ദൈവം ചെയ്യില്ല. ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം എന്ത് ചെയ്യില്ല? അവന് ദൈവം മാറ്റുകയില്ല. ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം മാറ്റുകയില്ല. സർവശക്തനായ ദൈവം ചെയ്യാത്തൊരു കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം മാറ്റുകയില്ല. മറ്റൊന്നെന്ന് പറയുമ്പോൾ ചില വൈരുദ്ധ്യങ്ങൾ ദൈവം ഇടപെടുന്നുണ്ട്. ചില വൈരുദ്ധ്യങ്ങളായ ഒരേ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിന് അത് ചെയ്യാൻ. ഉദാഹരണത്തിന് മാറ്റി കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഈ സൃഷ്ടിതാവ് സർവശക്തനാണെന്ന് പറയും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് മരിക്കുന്നതിന്, തൻ്റെ പ്രാണൻ പോകുന്നതിന് മുൻപ് കർത്താവായ യേശുക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അപ്പോൾ പിതാവിന് അതിന് സാധ്യമായിരുന്നു, അത് ചെയ്യാൻ കഴിയുമായിരുന്നു. ആ പുത്രനെ എന്ത് ചെയ്യാമെന്ന് ആ ക്രൂശിൽ നിന്നും രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പിതാവ് അത് ചെയ്തില്ല? പുത്രനെ ക്രൂശിൽ നിന്നും പിതാവ് രക്ഷിച്ചിരുന്നു എങ്കിൽ ഈ ലോകത്തിൻ്റെ പാപം ക്ഷമിക്കപ്പെടുകയില്ലായിരുന്നു. അപ്പം വൈരുദ്ധ്യമായൊരു കാര്യം. പിതാവ് ഇവിടെ പുത്രൻ ആവശ്യപ്പെടുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് സർവശക്തനായ ദൈവത്തോട് പുത്രൻ ആവശ്യപ്പെടുന്നു. പക്ഷേ പിതാവ് എന്ത് ചെയ്യുന്നില്ല? അത് കേൾക്കുന്നില്ല. കാരണം പുത്രനെ ഇവിടെ രക്ഷിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ലോകത്തെ പാപം നിലനിൽക്കും. ഈ ലോകത്തിൻ്റെ പാപം ആർക്കും വഹിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവം സർവശക്തനാണ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വ്യക്തിയാണ്, എല്ലാം ചെയ്യുവാൻ കഴിയും. പക്ഷേ ദൈവം ചില കാര്യങ്ങൾ എന്ത് ചെയ്യില്ല? ചെയ്യുകയില്ല. ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം ഒരിക്കലും മാറ്റുകയില്ല. ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം ഒരിക്കലും മാറ്റുകയില്ല. 2, ഒരു നന്മയ്ക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി, ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അസഹനീയമായ പ്രാണവേദന കൊണ്ട് തൻ്റെ പുത്രൻ തന്നോട് നിലവിളിച്ചപ്പോൾ ആ പ്രാർത്ഥനയും ദൈവം കേട്ടില്ല, ആ പ്രാർത്ഥന ദൈവം ചെവിക്കൊണ്ടില്ല. പുത്രനെ മരിക്കുവാൻ അനുവദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നു. ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ കൊണ്ടാണ്. പക്ഷേ ദൈവം തൻ്റെ സ്വഭാവം മാറ്റുന്നില്ല. ദൈവം എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പുത്രനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മോട് ഈ ഭാഗം പറയുന്നത്, സർവശക്തനായ ദൈവം തൻ്റെ മക്കളെ അത്ഭുതകരമായ രീതിയിൽ വിടുവിക്കുന്നു. തൻ്റെ ശക്തി ഉപയോഗിച്ച് അത്ഭുതങ്ങൾ അവരുടെ ഇടയിൽ കൊണ്ടുവരുന്നു, അവരെ വഴി നടത്തുന്നു. ചൊവ്വാഴ്ച ഭാഗം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ഇവിടെ ആമുഖത്തിൽ പറയുന്നത്, ദൈവം സർവശക്തൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ യുക്തിക്കനുസരിച്ച് ഈ ലോകത്ത് അസാധ്യമായത്, നമ്മൾ ചിന്തിക്കുന്ന അസാധ്യമായതും ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല. ഇവിടെ എന്താണ് പറയുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഈ ലോകത്ത് നടക്കണം കാര്യങ്ങൾ എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അല്ലാതെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, മനുഷ്യന് സ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചപ്പോൾ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നത് സ്വന്തം തീരുമാനത്തിലൂടെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യർ ദൈവത്തെ സ്നേഹിക്കുന്നത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, അല്ലെങ്കിൽ ആരുടെയും നിർബന്ധം മൂലമല്ല, മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം തിരഞ്ഞെടുപ്പ് പ്രകാരം ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു.
ദൈവം ഒരിക്കലും ആരെയും ദൈവത്തെ സ്നേഹിക്കാൻ നിർബന്ധിക്കുകയില്ല. ദൈവം ആരെയും ഇന്നത് തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയും ദൈവം നിർബന്ധിക്കുകയില്ല. രണ്ടിൻ്റെയും ഫലങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നിങ്ങൾ നന്മ തിരഞ്ഞെടുത്താൽ നന്മ അനുഭവിക്കും, തിന്മ തിരഞ്ഞെടുത്താൽ തിന്മ അനുഭവിക്കും. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത് ആരുടെയും നിർബന്ധപ്രകാരമല്ല, മറിച്ച് പൂർണ്ണ ഹൃദയത്തോടെ നാം ദൈവത്തെ സ്നേഹിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മോട് ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നന്മ അനുഭവിക്കുമെന്നാണ്. കാരണം ദൈവം ഒരിക്കലും കള്ളം പറയുകയില്ല, ഫോഷ്ക്ക് ദൈവം പറയുകയില്ല. ദൈവം ഫോഷ്ക്ക് പറയുവാൻ ദൈവം മനുഷ്യനല്ല എന്നാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്. ഫോഷ്ക്ക് മനുഷ്യർ മാത്രമേ പറയുകയുള്ളൂ, ദൈവത്തിന് അത് പറയുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആദർശം എന്ന് പറയുന്നത്, നാം മനുഷ്യർ ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടു കൂടി. ആ ആദർശത്തിന് വിരുദ്ധമായിട്ട് ചിലപ്പോഴൊക്കെ മനുഷ്യർ തിരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. ഏദെൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സദാകാലവും ഈ മനുഷ്യർ ദൈവത്തോടൊപ്പം ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ്. അവർ എന്നെ സ്നേഹിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ്. ദൈവം അവിടെയും അവരെ നിർബന്ധിച്ചില്ല. അവർക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ആ മനുഷ്യർക്ക് നൽകി. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുമ്പോഴും ദൈവം ഒരിക്കലും നിങ്ങൾ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് അവരെ നിർബന്ധിച്ചില്ല. ആ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുത്തു. പക്ഷെ അവർ തിരഞ്ഞെടുത്തത് എന്താണ്? സർവ മനുഷ്യരാശിയുടെയും പതനത്തിന് കാരണമായ ഒരു സംഗതി അവർ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തെന്തുണ്ടായി? പാപമുണ്ടായി. പാപം മുഖാന്തരം രോഗം, പീഡനകൾ, മരണം ഉണ്ടായി. ദൈവത്തിൻ്റെ ഹിതമായിരുന്നില്ല അത്. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിരുന്നു രോഗം, പ്രയാസം, ദുഃഖം, കഷ്ടത, മരണം. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ ലോകത്ത് അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? നമ്മളെല്ലാവരും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നടക്കുന്നതോ? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാത്തത് കൊണ്ട്, അനുസരിക്കാത്തത് കൊണ്ട് ഈ ലോകത്തൊട്ടനവധി കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ദൈവത്തിനല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ദൈവാധീനം എന്ന് എന്ത് ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് എന്നല്ല. ദൈവത്തിൻ്റെ ഹിതം അതൊന്നുമല്ല. ദൈവമക്കൾ ദൈവത്തെ സ്നേഹിച്ച് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ചില തിരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ നടത്തുമ്പോൾ അത് ചെയ്യുന്നത് പാപമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പോലും നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. അത് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നോക്കൂ, അതിൻ്റെ ഫലം നാം അനുഭവിക്കുമ്പോൾ അത് ദൈവം തന്നതാണ് എന്ന് പറയാൻ കഴിയുമോ നമുക്ക്? ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടോ അതിൻ്റെ ഫലം നാം അനുഭവിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് കുറ്റം പറയുവാൻ കഴിയുമോ? അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഈ ഭൂമിയിൽ നടക്കുന്നതൊക്കെ ദൈവഹിതമല്ല. ദൈവത്തിനൊരു ഹിതമുണ്ട്. ആ ഹിതമനുസരിച്ച് എല്ലാ മനുഷ്യരും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നത് മറ്റാരുടെ നിർബന്ധം മൂലമാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരാളെ നാം നിർബന്ധിച്ച് നമ്മെ സ്നേഹിക്കാൻ പറഞ്ഞാൽ അത് സ്നേഹമാകുന്നില്ല. നാം ഒരാളെ സ്നേഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് സ്വയം തോന്നി നാം സ്നേഹിക്കണം. ദൈവം അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം തന്നത്. ആ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ഏദെൻ തോട്ടത്തിൽ ദുർവിനിയോഗം ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്ത് കഷ്ടതയും പ്രയാസവും രോഗവും മരണവും സംഭവിക്കുന്നത്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ ഭാഗം നമ്മോട് പറയുന്നത് ദൈവത്തെ നാം പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം. നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചാൽ
നമ്മിൽ നിറവേറുന്നത്, നമ്മിൽ നടക്കുന്നത് ദൈവഹിതമായിരിക്കും. നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചാൽ നമ്മിൽ നടക്കുന്നത് ദൈവഹിതം തന്നെയായിരിക്കും. ദൈവം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ നടപ്പിലാക്കുവാൻ വേണ്ടി നാം ഒരുക്കമുള്ളവരായി തീരണം എന്നാണ് ചൊവ്വാഴ്ചത്തെ ഭാഗം നമ്മോട് പഠിപ്പിക്കുന്നത്. ബുധനാഴ്ച പാഠം പറയുന്നത് ദൈവത്തിൻ്റെ ആദർശവും പ്രതിവിധി ഹിതങ്ങളും എന്നാണ്. ഇവിടെ പറയുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ വിധികളൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചവയാണ് എന്ന് പഠിപ്പിക്കുന്നതായ കുറേ വ്യക്തികളുണ്ട്. ചില വാക്യങ്ങളെങ്കിലും എടുത്തുകൊണ്ട് അവരതിനെ പഠിപ്പിക്കും. ദൈവത്തിൻ്റെ വിധികളൊക്കെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചവയാണ്, അതിനൊന്നും മാറ്റമുണ്ടാകുകയില്ല എന്നാണ് പല വ്യക്തികളും. ഉദാഹരണത്തിന് തൻ്റെ ഹിതത്തിൻ്റെ ആലോചനയെ പോലെ സകലവും പ്രവർത്തിക്കുന്നെന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ പ്രീഡെസ്റ്റിനൈഡ്, മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് സൃഷ്ടികളുടെ സ്വതന്ത്ര തീരുമാനങ്ങളെക്കുറിച്ച് ദൈവത്തിന് മുൻകൂട്ടി അറിയുന്നതിനാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ദൈവം ഒരു സൃഷ്ടിയുടെ മേൽ നടത്തുന്നതായ കാര്യം അതിങ്ങനെ നടത്തണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചതല്ല, മറിച്ച് രണ്ട് കാര്യങ്ങളാണല്ലോ പ്രധാനപ്പെട്ടത്. ഒന്ന്, ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിനെയും അവയെയും സൃഷ്ടിക്കുമ്പോൾ അവർ ദൈവത്തോടൊപ്പം നടന്നുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനെ ദൈവത്തിൻ്റെ ആദർശഹിതം എന്ന് നമ്മൾ വിളിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ ആദർശഹിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം? ഈ മനുഷ്യർ ആദാമും ഔവയും എന്നോടൊപ്പം ചേർന്ന് എന്നെ പൂർണ്ണമായി സ്നേഹിച്ച് എന്നെ ആരാധിച്ച് സദാകാലത്തേക്കും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ആദർശഹിതം അതാണ്. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു എന്ത്? ഇവർ തെറ്റിപ്പോകും. അങ്ങനെ ഇവർ തെറ്റിപ്പോയാൽ, അവരെ തെറ്റായ തീരുമാന നിമിത്തം അവർ തെറ്റിപ്പോയാൽ അവരെ തിരികെ കൊണ്ടുവരുവാൻ ഒരു പ്രതിവിധി ഹിതവും ദൈവം കണ്ടെത്തി. അതാണ് രക്ഷാപദ്ധതി. അപ്പം ദൈവത്തിൻ്റെ ആദർശഹിതമുണ്ട്. എന്താണ് ആദർശഹിതം? നാം എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണമെന്നും ദൈവത്തിൻ്റെ മക്കളായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ചെയ്യുന്നവർ പ്രവർത്തിക്കുന്നവരാകണമെന്നും ദൈവത്തിൻ്റെ ഹിതമുണ്ട്. പക്ഷേ വിശുദ്ധ വേദവസ്തം പരിശോധിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഹിതത്തെ ഒട്ടനവധി സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ തള്ളിക്കളയുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ഒരു പ്രതിവിധി ഹിതം അവർക്ക് വേണ്ടി കാണുന്നു. നോക്കൂ, ഇസ്രായേൽ മക്കളുടെ ചരിത്രം നോക്കൂ. അവരുടെ പ്രയാണം തുടങ്ങുന്ന സമയത്ത് ദൈവം അവരെ അത്ഭുതകരമായി വഴി നടത്തുന്നു. അവരിങ്ങനെ ആയിരിക്കണമെന്ന് മോശയോട് പറയുന്നു. നിങ്ങൾ ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ അവർക്ക് എന്ത് ചെയ്യുന്നില്ല? പലപ്പോഴും അവർ ദൈവത്തിൻ്റെ ഹിതത്തെ തള്ളിക്കളയുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? പ്രതിവിധി ഹിതം അവരോട് പറയുന്നു. ഇവിടെ ഏദൻ തോട്ടത്തിൽ ആദാമും ഔവയും ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ദൈവം അവർക്ക് പ്രതിവിധി ഹിതം നേരത്തെ തന്നെ കരുതിയിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുണ്ട്. അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം പ്രതിവിധി ഹിതവും എന്ത് ചെയ്യുന്നു? നമ്മുടെ നന്മയ്ക്കായി ദൈവം കരുതിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സംഭവിക്കുന്ന തിന്മകളുടെ എല്ലാം ഉത്തരവാദിത്വം ആർക്കല്ല? ദൈവത്തിന് അല്ല. പക്ഷേ ദൈവത്തിന് നമ്മുടെ ഭാവി തീരുമാനങ്ങൾ, ഭാവിയെക്കുറിച്ച് അറിയാം. ദൈവത്തിന് ഇതെല്ലാം മുൻകൂട്ടി അറിയാം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? അതിന് കൂടെ പ്രതിവിധി കണ്ടെത്തുന്നു. ദൈവം ഇദ്ദേഹം ഇങ്ങനെ ചെയ്യും എന്ന് ദൈവത്തിനറിയാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? അവൻ അങ്ങനെ തെറ്റിപ്പോകരുത്, അവൻ തെറ്റിപ്പോകരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ തെറ്റിപ്പോയാൽ അവന് തിരികെ വരാനൊരു പ്രതിവിധി കൂടെ ദൈവം കരുതിയിട്ടുണ്ട്. അപ്പം മനുഷ്യരാശിക്ക് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം കരുതിയ ആ പ്രതിവിധിയാണ് ആ പ്ലാൻ ഓഫ് റിഡംഷൻ, ആ വലിയ രക്ഷാപദ്ധതി. അപ്പോൾ ദൈവത്തിൻ്റെ ആദർശഹിതം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും വേണം എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ വരുമ്പോൾ അവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് ഒരു പ്രതിവിധി ഹിതം കൂടെ ഉണ്ട്. നാം മനസ്സിലാക്കേണ്ടത്
അങ്ങനെ ദൈവത്തിന് ഒരു പ്രതിവിധി ഹിതം കൂടെ ഉണ്ടായത് കൊണ്ടാണ് നാമൊക്കെ രക്ഷിക്കപ്പെട്ടത്. തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി മരിച്ചത് ദൈവത്തിൻ്റെ പ്രതിവിധിഹിതമാണ്. അതുകൊണ്ട് ദൈവം എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു എന്നല്ല, ഒരു മനുഷ്യൻ്റെ ഭാവിയെ ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു എന്നല്ല, മറിച്ച് ദൈവം അവൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ അവൻ നടന്നില്ല എങ്കിൽ തിരികെ അവൻ്റെ പാപത്തെ ക്ഷമിച്ച് തിരികെ ദൈവത്തിങ്കിലേക്ക് വരുവാനുള്ള പ്രതിവിധിയും ദൈവം വെച്ചേക്കുന്നു എന്നാണ് ഈ ബുധനാഴ്ച ഭാഗം പറയുന്നത്. ക്രിസ്തു ലോകത്തെ ജയിച്ചു. മനഃപ്പാഠവാക്യം പറഞ്ഞതാണ് എന്താണ്? ഞാൻ ലോകത്തെ എങ്കിലും ധൈര്യപ്പെടുമ്പോൾ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെ ഈ ലോകത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ സംഭവിച്ചിരുന്നു എങ്കിൽ കഷ്ടത ഉണ്ടാകുമായിരുന്നില്ല, പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ദൈവം നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിച്ചതുകൊണ്ട് ദൈവത്തിന് പല പ്രവൃത്തികളും പിന്നീട് അല്ലെങ്കിൽ പല കാര്യങ്ങളും പിന്നീട് തീരുമാനമെടുക്കേണ്ടതായി വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ഈ ലോകത്ത് സംഭവിച്ചതെങ്കിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാകുകയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ മനുഷ്യർ നടത്തിയത് കൊണ്ട് കഷ്ടങ്ങളും പ്രയാസങ്ങളും എന്ത് ചെയ്യുന്നു ഇവിടെ ഉണ്ടാകുന്നു. ഇവിടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു കേക്ക് ബേക്കിംഗ് മത്സരത്തിൽ ആൾക്കാർ ചില പ്രത്യേക ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു. ഒപ്പം തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചേരുവകൾ അഡീഷണലായി ചേർക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ കോമ്പറ്റീഷൻ്റെ റൂൾ പ്രകാരം നിർബന്ധമായിട്ടും ഇത്ര ചേരുവകൾ ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പറയപ്പെടാത്തതായ അവരവർക്ക് ഇഷ്ടമുള്ളതായ തിരഞ്ഞെടുപ്പുകൾ എന്ത് ചെയ്യും? അതിൽ ഉണ്ടാകും. അപ്പോൾ ആ കേക്കിൻ്റെ രൂപി അല്ലെങ്കിൽ മധുരവും മറ്റു കാര്യങ്ങളും ആ തിരഞ്ഞെടുപ്പിൻ്റെയും കൂടെ ഫലമായിരിക്കും. ഇവിടെ പറയുന്നത് ദൈവാധീനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായ കാര്യമല്ല, മറിച്ച് ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഉണ്ടാകുന്നതായ തീരുമാനങ്ങളുടെ ഫലം കൂടെയാണ്. ഇവിടെ ഇതാണ് പറഞ്ഞത്, ഈ ലോകത്തിൽ സംഭവിക്കുന്നത് ചിലത് ദൈവത്താൽ ഉണ്ടാകുന്നു, എന്നാൽ മറ്റ് സംഭവങ്ങൾ സൃഷ്ടികളുടെ സ്വതന്ത്ര തീരുമാനങ്ങളുടെ ഫലമാണ്. എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം സംഭവിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം സംഭവിക്കുന്നത് എന്താണ്? നാം നന്മ തിരഞ്ഞെടുക്കുമ്പോൾ, നാം ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറും. മറിച്ച് ദൈവത്തോടൊപ്പമല്ല, ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം തീരുമാനപ്രകാരം നടക്കുമ്പോൾ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടാകും. ഒരിക്കലും ദൈവത്തിൻ്റെ മക്കൾക്ക് കഷ്ടതകൾ ഉണ്ടാകില്ല എന്ന് ഒരിടത്തും പറയുന്നില്ല. കാരണം ഈ പാപപരമായി ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതകൾ ഉണ്ടാകും. പക്ഷേ ദൈവം പറയുന്നത്, കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, ആ കഷ്ടതകൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കഷ്ടതകളെ ജയിച്ച ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെട്ടു പോകരുത്. അതൊരു മുന്നറിയിപ്പാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുൻപുള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടാകും, പക്ഷെ ആ കഷ്ടതകളെ ജയിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ താഴ്മപ്പെടണം. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ താഴ്മപ്പെട്ട് ആ കഷ്ടതകളെ ജയിക്കുവാൻ കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ആരാണ് മാതൃക? കർത്താവായ യേശുക്രിസ്തു. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ സകല കഷ്ടതകളെയും തിന്മയെയും ജയിച്ച് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. അപ്പോൾ തിന്മയുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകൾ പോലും ഒരു പക്ഷേ നമ്മെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നതായിരിക്കും, മറ്റനേകരെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നതായിരിക്കാം. നമ്മുടെ കഷ്ടതകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ഈ കഷ്ടതകളെ ജയിച്ച ഒരു വ്യക്തി എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനല്ല, ദൈവത്തെ കുറ്റപ്പെടുത്തുവാനല്ല, മറിച്ച് ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഈ ലോകത്ത് കൊണ്ടുവന്നത് ദൈവമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളും ഈ ലോകത്ത് വന്നത് മനുഷ്യൻ്റെ പാപം മുഖാന്തരമാണ്, ദൈവം ആഗ്രഹിക്കാത്തതാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് ഞാൻ കുറച്ചുകൂടെ ദൈവത്തോട് അടുത്ത് ജീവിക്കണം എന്നുള്ളതാണ്.
ദൈവം ആഗ്രഹിക്കുന്നതല്ല ഈ കഷ്ടതകളും പ്രയാസങ്ങളും, മറിച്ച് നാം ചോദിച്ചു വാങ്ങിയതാണ്. മനുഷ്യർ തിരഞ്ഞെടുത്തതാണ് ഈ കഷ്ടതകളും പ്രയാസങ്ങളും. എങ്കിലും അതിൻ്റെ പ്രതിവിധി ഈ കഷ്ടതകളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, അതിനെയൊക്കെ വിജയിച്ചുകൊണ്ട്, മരണത്തെയും വിജയിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലുണ്ട് എന്ന വലിയൊരു പ്രത്യാശ നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതുകൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങ് സർവശക്തനായ ദൈവമായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങ് പരമാധികാരിയായ ദൈവമായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾക്കായി ദൈവമേ അങ്ങ് പ്രതിവിധികൾ കണ്ടെത്തിയ ദൈവമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെയും അങ്ങേക്ക് ഹിതകരമായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദാസമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹപ്രദമായ ഒരു പാഠഭാഗമാകുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ അനുഗ്രഹിക്കണമേ, വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല കഷ്ടതകളെയും അതിജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് താങ്ങും തണലുമായി നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ദൈവമേ, അതുപോലെ ദൈവമേ ഇതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നവരെയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഓർത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. അടിയനും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അടിയൻ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. അഹങ്കരിച്ചു പോകാതെ, നെഗളിച്ചു പോകാതെ ദൈവമേ താഴ്മയുടെ അനുഭവത്തിൽ ജീവിക്കുവാനും ഞങ്ങൾ ഒത്തൊരുമിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ സഹായിക്കണമേ. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവത്തിൻ്റെ കൃപയെ ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. സകല മാനവും മൊത്തവും അവിടെ നിന്ന് കൈക്കൊള്ളണം. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.